പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 24-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ വർഷത്തിന്റെ 11-ാം മാസത്തിന്റെ 4-ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിനം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 115-ാം സങ്കീർത്തനം 3-ാം വാക്യം. സാംസ് 115:3 നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഈ 3-ാം വാക്യം ഒരു ഉത്തരമാണ്. അതിന്റെ ചോദ്യമാണ് 115-ാം സങ്കീർത്തനം 2-ാം വാക്യം. ജാതികൾ ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം എവിടെ? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത്, നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. താഴോട്ട് 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അവരുടെ ദൈവം, ജാതികളുടെ ദൈവം വിഗ്രഹങ്ങളാണ്, മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. ഇങ്ങനെ അവരുടെ ദൈവമാര്, നമ്മുടെ ദൈവമാര്, അതായത് ജീവനുള്ള ദൈവം ഏത്, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ജാതികൾ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണാം. അതാണ് ജാതികൾ ചോദിക്കുവാനുള്ള കാരണം. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ ദൈവം ഇരിക്കുന്നു. കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യും? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ്, നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഉണ്ട്. അതൊരു പൂർണ്ണ രൂപവാക്യമാണ്. അതെ, ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന ആരാധിക്കുന്ന എന്റെ ദൈവം, നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പ്രവർത്തിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, ചിന്തിക്കുന്ന ദൈവം, ആക്ഷൻ, മൂവ്മെന്റ്, ഇവയെല്ലാമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതേസമയം ഈ ചോദ്യം ചോദിച്ചവരുടെ ദൈവം ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും പ്രവൃത്തിയില്ല, ചലനമില്ല, ഒരാക്ഷനുമില്ല. പക്ഷേ നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. തനിക്ക് എന്ത് ചെയ്യണമെന്ന് എപ്പോൾ തോന്നുന്നോ അത് ആ സമയത്ത് ചെയ്യത്തക്കവണ്ണം പ്രവൃത്തിയുള്ള, പ്രവർത്തനമുള്ള, ശക്തിയുള്ള, ജീവനുള്ള ദൈവമാണ്. ഈ വിശുദ്ധ ദിനം ആരാധനയ്ക്കായി പോകാൻ തയ്യാറാകുന്ന ദൈവമക്കളെ, അതെ, ഞാനും നിങ്ങളും ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ബലപ്പെടുക, ശക്തിപ്പെടുക, ദൈവകൃപയിൽ നിറയുക. നിങ്ങളുടെ ഭാരങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ ഈ സ്വർഗത്തിലുള്ള ദൈവത്തിനോട് പറയുക.
ലോകത്തിലുള്ള ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കേൾക്കുമ്പോൾ ഒരു സഹതാപം, നമ്മളോടൊരു സഹാനുഭൂതി, ഒരു കരുണ കാണിക്കൽ. ഇത് അല്പം കഴിയുമ്പോൾ മറന്നുപോകും. പുതിയ ഒരാൾ വരുമ്പോൾ ആ ആളിനോടും അത് തന്നെ. എന്നാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആകയാൽ ഈ മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക്, അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ ഈ 30-ാം തീയതിക്കകം നടക്കാനുണ്ട്. ഈ വിശുദ്ധ ദിനം നിങ്ങൾ ദൈവത്തോട് പറ, അപ്പാ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഒന്ന് ഇടപെടണം, പ്രവർത്തിക്കണം. ചില നിയമക്കുരുക്കുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജോലി പ്രശ്നങ്ങൾ, വിസ റിന്യൂവൽ, മാനസിക സംഘർഷങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, വിദേശ യാത്രകൾ, ആരോഗ്യമായ പല പല പ്രശ്നങ്ങൾ, ആത്മീയമായി വളരുവാൻ ഉയരുവാൻ പറ്റാതെ പിശാച് ഞെരുക്കുന്ന ചില വിഷയങ്ങൾ. എന്റെ അപ്പൻ ഇടപെടണം. ഇന്ന് പകൽ ഈ വിശുദ്ധ ദിനം സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ ജീവജലം ശ്രവിക്കുന്ന, ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ കടാക്ഷിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ, അതിന്മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. അങ്ങനെ ഒരു ധന്യ ദിനമായി തീരട്ടെ. യാത്രയ്ക്കൊരുങ്ങുന്നവർ, വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം, എവിടെ വെക്കണം, എന്ത് തീരുമാനിക്കണമെന്നറിയാതെ വിഷണ്ണരായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില ഓർഡറുകൾ കൈകളിൽ വന്നിട്ട് നഷ്ടമായി നഷ്ടബോധത്തിൽ സങ്കടപ്പെട്ടു നിൽക്കുന്നവരെ, ചില ഇൻവോയ്സുകൾ പാസ്സാകേണ്ടതുണ്ട്, ചില പണമിടപാടുകൾ നടക്കേണ്ടതുണ്ട്. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം? നമുക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ട്. മനുഷ്യരോട് പറഞ്ഞാൽ അവർ ചിരിക്കും, അവർ മറ്റുള്ളവരോട് പറയും, പുതിയ ഗോസിപ്പ് ഉണ്ടാക്കും. എന്നാൽ നമുക്ക് പറയുവാൻ, കരയുവാൻ, അപേക്ഷിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആകയാൽ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ വിശുദ്ധ ദിനം രാവിലെ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി, കൂട്ടായ്മയായി നമുക്ക് ഏൽപ്പിക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം, ഈ വരുന്ന ഈ മാസത്തിന്റെ ദിനങ്ങൾ ദൈവത്താൽ നിറയപ്പെടട്ടെ, ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ, ദൈവത്തിന് വലിയ പ്രവർത്തനത്താൽ നിറയപ്പെടട്ടെ. അങ്ങനെ വിടുതലോടെ, അനുഗ്രഹത്തോടെ ദൈവകൃപ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ അവസാനത്തെ വിശുദ്ധ ദിനത്തിനായി സ്തോത്രം. ഞങ്ങൾ സ്വർഗത്തിലുള്ള ഞങ്ങളുടെ അപ്പനോടാണ് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, വാഴ്ത്തുന്നത് എന്ന് ഇന്ന് സങ്കീർത്തനക്കാരനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എവിടെ ആയിരിക്കുന്നു എന്ന് വ്യക്തമായ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? പ്രവർത്തിക്കുന്ന ദൈവമാ, ജീവനുള്ള ദൈവമാ, തനിക്ക് ഉള്ളതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തെ ഞങ്ങൾ ഇതാ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്മേൽ ഇറങ്ങണമേ. ദൈവജനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ദിനം രാവിലെ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം എവിടെയുണ്ട്, എങ്ങനെയായിരിക്കുന്നു,
എന്താണ് നമ്മുടെ ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അത് പച്ചവെള്ളമാണോ, ചൂടുവെള്ളമാണോ, തണുത്ത വെള്ളമാണോ എന്ന് തിരിച്ചറിഞ്ഞാ കുടിക്കുന്നത്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം എവിടെയുണ്ട്, എങ്ങനെയായിരിക്കുന്ന ദൈവമാ, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ആരാധിച്ച് ബലപ്പെട്ട ദൈവകൃപ അനുഭവിപ്പാൻ ഇന്നത്തെ ദിനം ഇടയാക്കട്ടെ. മറക്കരുത്, നമ്മുടെ ദൈവം സ്വർഗത്തിൽ ഉണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന, ജീവനുള്ള, ശക്തിയുള്ള, പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവമാണ്. ആ ദൈവം ജീവിതത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.